ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മൈക്ക് നമ്മൾ എടുക്കാൻ മറന്നതുകൊണ്ട് നിങ്ങളെ ക്ഷമിക്കുക. അപ്പം നമ്മൾ ഇപ്പം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിംഗ്. നമ്മൾ ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അങ്ങനെ ഒന്ന് പോയിട്ട് വന്ന് നോക്കാമെന്ന് കരുതി. കുറച്ച് സംഭവങ്ങൾ എൻ്റെ മൈൻഡിൽ വാങ്ങണമെന്ന്, പക്ഷെ എന്താവും അറിഞ്ഞൂടാ. അവിടെ എത്തിയിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇപ്പം സാധനങ്ങൾ തീർന്നു പോയാൽ ഒന്നും അറിയത്തില്ല. അപ്പൊ അവിടെ എത്തിയിട്ട് നമ്മള് കാണിച്ചു തരാം കേട്ടോ, ഞങ്ങൾ എന്തൊക്കെ എടുക്കുന്നത്, ഞങ്ങൾ എന്തൊക്കെ എടുക്കുന്നില്ല. ഓക്കെ, പോവാം. Okay, what are you doing? I am sitting. അപ്പോൾ നമ്മൾ എന്തൊക്കെ വാങ്ങി? നമ്മൾ ഇന്ന് വാങ്ങിയത് മിക്സി വാങ്ങി, ഫ്രിഡ്ജ് വാങ്ങി കേട്ടോ. അതും പ്രീതിന്റെ സോഡിയാക്ക് വാങ്ങിയത്. ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ലുലുവിൽ ഒരു ഫെസ്റ്റ് പോലെയൊക്കെ നടന്നിട്ടുണ്ട്. ലുലുവിൽ വെച്ചിട്ട് ഒരു പ്രീതിയുടെ മറ്റേ എല്ലൊക്കെ പൊടിക്കണ മാതിരി പൊടിക്കണ ഒരു മിക്സി ഉണ്ട് സോഡിയാക്കിന്റെ. അപ്പൊ അതൊരെണ്ണം വാങ്ങി. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് വിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളുണ്ട്. കിടിലൻ ഓഫർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോ ഞങ്ങളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. അവിടുത്തെ സർവീസ് ഞങ്ങൾക്ക് ഇഷ്ടമായി. സ്റ്റാഫുകാരും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊമോഷൻ അല്ല, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഗൈസ്. ഇനിയിപ്പോ ഒരു ടിവിയും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. അതെ, നോക്കണം. നാളെ പോയി ഒന്ന് സെറ്റ് ആക്കണം. ഞങ്ങളതിൽ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം വീട്ടിൽ പോയിട്ട്. അപ്പം അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ മൊത്തത്തിൽ എയിം ചെയ്തത്, ആകെ നോക്കിപ്പോയത് ടി വി എടുക്കണം, ഫ്രിഡ്ജ് എടുക്കണം. വേറൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല, വേറൊന്നും നമ്മൾ എടുക്കരുത്. പ്രലോഭിതരാവരുത് നമ്മൾ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനും പോയതല്ലേ. ഓഫറിന്റെ മാറ്റർ പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, നേരത്തെ മുൻകൂട്ടി പറയാണ്, അതിൽ 5. ഒരു മിനിറ്റ്, ഇതേതാ ഷോറൂം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ തോപ്പുംപടി ഷോറൂം, തോപ്പുംപടിയിലുള്ള മൈജിയുടെ ഷോറൂമിലാണ് പോയത്. അപ്പോൾ നമ്മൾ റീലൊക്കെ കാണുമ്പോൾ അതിൽ 5,999, 7,999 ഒക്കെ സ്മാർട്ട് ടി വി വരുന്നുണ്ട്. 7,999 അല്ല 6,999. പക്ഷെ അത് നമ്മൾ ആലോചിക്കണം, എന്താണെങ്കിലും ഇപ്പോൾ അവിടെ വേറെ ഒക്കെ വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് കേട്ടോ, അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറ്റമായിട്ട് പറയുന്നില്ല, പക്ഷെ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ മിക്സി ആണെങ്കിലും സ്റ്റാർട്ടിങ് ഫ്രം കുറവ് 3,000 സംതിങ്ങിന് ഇടും, പക്ഷെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല. ഫ്രിഡ്ജ് ആണെങ്കിലും ഫ്രിഡ്ജ് നമ്മൾ 8,888 നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ചെന്നത്. ഇത്ര വില കുറവ്, എന്നാൽ പോയി നോക്കാമല്ലോ എന്ന് എഴുതിയിട്ട് പോയതാണ്. പക്ഷെ നമ്മളെടുത്ത ഫ്രിഡ്ജിന് 16 രൂപയായിട്ടാണ്. സാംസങ്ങിൻ്റെ നമ്മളെടുത്തത്. അപ്പോൾ അത് പ്രൈസ് ഡ്രോപ്പ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡിന് വ്യത്യാസമുണ്ട്. ബ്രാൻഡ് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞ ബ്രാൻഡിനാണ് മൊത്തത്തിൽ ഇവർ പ്രൈസ് കുറച്ചിടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും നല്ലത് വാങ്ങണമല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേടായി വാങ്ങുന്നതിന് നല്ലത്, പ്രാവശ്യം നല്ലത് വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് നോക്കിയില്ല, നമ്മൾ അത്യാവശ്യം നല്ലത് തന്നെ എടുത്തത്. നമ്മളെ ഫ്രിഡ്ജ് ആണെങ്കിൽ പോയി കിടക്കുകയാണ് കേട്ടോ, തണുപ്പൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് പോകരുത്. കുറച്ച് എന്താ പറയുക, അത് ഒരു സ്പെസിഫിക് ബ്രാൻഡിന് മാത്രമായിരിക്കും അത്രയും കുറവ്. അതിപ്പോൾ എന്തായിക്കോട്ടെ, ഇലക്ട്രോണിക്സ് എന്തോ ആയിക്കോട്ടെ, ഓഫർ ഉണ്ടാവും, പക്ഷേ അത്ര നല്ല ബ്രാൻഡല്ലായിരിക്കും. റേറ്റിംഗ് കുറവായിരിക്കും, റിവ്യൂസ് ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പോകുക. പിന്നെ അത്രക്ക് കുറവുള്ള ഏതെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ. സംഭവം എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഫ്രിഡ്ജിന് തന്നെ 20,000 4,000 രൂപ ഓഫറിൽ കൊടുത്തേക്കണേ അവര്. അപ്പൊ ടി വി ആണെങ്കിലും നല്ല ഓഫർ ഉണ്ട്. ടി വി 48 രൂപയുടെ എത്ര ഇഞ്ചാണത്? 43 ഇഞ്ചിന്റെ സാംസങ്ങിന്റെ ടി വി അവിടെ 35,000 കൊടുക്കുന്നത്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട് വാങ്ങാനാണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാനോ. അങ്ങനെ ഒരു ഇതും കൂടെ ഇതായിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ വിരമിച്ച് വരികയാണ്. ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ നോക്കുന്നില്ല. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് കരുതി. കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ ഒന്നും കൂടെ ഒരു ബെറ്റർ ഫോൺ ഐഫോൺ. ഇത് ഐഫോണാണ്, പക്ഷേ ഒന്നും കൂടെ ഒരു യൂസിനും വീഡിയോ എടുക്കാനും സെപ്പറേറ്റ് വേണമെന്നുണ്ട്. കാരണം സ്റ്റോറേജിൻ്റെ പ്രശ്നമുണ്ട് ഐഫോണിന്. അപ്പോൾ അതൊരു ഇതായത് കൊണ്ട് അത് നമ്മൾ നെക്സ്റ്റ് നോട്ടം ഇട്ടിരിക്കുന്നു.
ഇപ്പം നമ്മളൊരു കഫേയിൽ കയറിയിരിക്കുക കേട്ടോ. എന്താ അവസ്ഥ എന്ന് പറഞ്ഞൂടാ. ഇവളൊരു ഫ്രൂട്ട് സാലഡ് അല്ലേ, ഫ്രൂട്ട് സാലഡും ഞാൻ ഫലൂഡയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലക്കി ഡ്രോയിൽ നിങ്ങൾ കണ്ടായിരിക്കില്ല, അതിൽ ഞാൻ പേര് നമുക്ക് 5-6 കൂപ്പൺ കിട്ടി. അതിൽ ഞാൻ എൻ്റെ പേര് എഴുതി, ഇവളുടെ പേര് എഴുതി. ഞാൻ കുറച്ച് ഭാഗ്യം കമ്മിയാണ്, കുറവാണ്. അപ്പം ഞങ്ങൾ എന്ത് കാട്ടി, മറുവ എൻ്റെ സിസ്റ്ററിൻ്റെ പേര് എഴുതി, മിന്നു ഇവളുടെ സിസ്റ്റർ തൊട്ട് താഴെയുള്ള ആളുടെ പേര് എഴുതി, സോനു ഇവളുടെ ബ്രദർ അവൻ്റെ പേര് എഴുതി, റീനു അവളുടെ പേര്, സിസ്റ്ററാണ്. സിബ്ലിങ്സിനെ മൊത്തം എഴുതി വെച്ച് ഞങ്ങളുടെ എഴുതി വെച്ച്. പിന്നെ ലിയോന്റെ പേര് എഴുതി വെച്ച്, ലിയോക്കിന് ഭാഗ്യം ഉണ്ടെങ്കിലും അതായിട്ട് കുറച്ചില്ല, അതും കൂടി എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പർച്ചേസിങ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വർത്ത് മണി. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലൈക്ക് ഓഫർ പ്രൈസിൽ കിട്ടുകയും ചെയ്തു. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ നല്ല സർവീസും കാര്യങ്ങളും അത് എടുത്ത് പറയണം. സർവീസ് ആണ്, പക്ഷെ പിന്നെ തിരക്കുണ്ട്, ചില അവന്മാര് മുട്ടാൻ വേണ്ടി നടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് സൂക്ഷിച്ചേക്കുക. കുട്ടികളൊക്കെ സൂക്ഷിക്കാം. ഒരുത്തം വന്ന് തട്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് അവൻ നോക്കുന്നില്ല. ഓക്കെ, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല നിന്നെ വന്ന് തട്ടി. അതും ആലോചിക്കണേ, അവന്റെ കൂടെ ഒരു മോനുണ്ട്. മോൻ മേത്ത് തട്ടാതെ ആ കൊച്ചിന് പോകാൻ പറ്റി. തന്തക്കാണ് കുത്തി ഡാഷ് പൊലിപ്പിക്കാലോ. അപ്പൊ അതൊന്നും സൂക്ഷിക്കാൻ തിരക്കിന്റെ കാര്യത്തിൽ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിനി വീട്ടിലെത്തിയിട്ട് ബാക്കി ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടെ സാധനം വന്നിട്ട് അത് കാണിച്ചു തരാം. നല്ല ആംബിയൻസ് ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് അടിച്ചിട്ടായ കൊണ്ട് കൊതുകുണ്ട് തോന്നുന്നുണ്ട്, എന്നെ കുത്തുന്നുണ്ട്. ഐ തിങ്ക് വി ഹാവ് ടു മൂവ്. ചെടികൾ പക്ഷെ താഴല്ലേ എന്താ പറയാ, ഓപ്പൺ സ്പേസ് ആണ്. സോ സുന്ദരിയാണ്. എന്താ ഞാൻ കാണിക്കാത്ത എന്താണ്? പിന്നെ എപ്പോഴും പറയുന്നതാണ് എനിക്ക് നമ്മളെ വീഡിയോ ഞാൻ പറയട്ടെ. നമ്മളെ വീഡിയോ എടുത്ത ഏത് കോലത്തിലാണ് വന്നത് എന്ന് അറിയൂല. അവര് നമ്മുടെ റിവ്യൂ ചോദിച്ചു എന്ത് കണ്ടിക്കോലോ. പിന്നെന്താന്ന് വെച്ചാൽ അതേ ഉള്ളു. കൊതുകുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഡെങ്കുവും കാര്യങ്ങളും ഫീവറൊക്കെയാണ് കൊച്ചി നിറച്ച്. ആൾക്കാർ സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഞങ്ങൾക്കും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബെറ്റർ ആയി വരുന്നുണ്ട്. ഡെങ്കു എന്നല്ല, സാധാ വൈറൽ ഫീവറാണ്. അപ്പൊ സൂക്ഷിക്കണം. നമ്മളിങ്ങനെ പുറത്തു കൂടെ ഒക്കെ ഇറങ്ങുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെ പനിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കാം. പിന്നെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഡെങ്കു ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ കാര്യമായിട്ട് എല്ലാവർക്കും ഇപ്പുറത്തിരിക്കുന്ന ആള് ഫോൺ ചെയ്ത് പറഞ്ഞാണ്, ഇപ്പുറത്തിരിക്കുന്ന ചേച്ചിയാ 108 ഫീവർ. അപ്പൊ ഞങ്ങൾ മെല്ലെ പറഞ്ഞു, അയ്യോ പനി മാറാൻ പോയിട്ട് ഞാൻ ചേച്ചിയുടെ പനിയും കൂടെ മേടിക്കണ്ടല്ലോ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഓക്കെയാണ് കേട്ടോ, നോ പ്രോബ്ലംസ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനേ. അങ്ങനെ നമ്മളുടെ ഫ്രൂട്ട് സാലഡ് ആൻഡ് ഫലൂദ വന്നിരിക്കുന്നു. അങ്ങനെ ഡേവി ഐസ്ക്രീം നല്ലതാ, മറ്റേ കൊള്ളൂല്ലേ, ബാക്കിയാ തിന്നില്ലല്ലോ. ഇനിയിപ്പോൾ അത് ഞെക്കി പിടിച്ച് താഴ്ത്തിട്ട് കേട്ടോ. എനിക്ക് എല്ലാം ടേസ്റ്റ്, ഫലൂഡ ഇതൊരു കുറേ നല്ല ടേസ്റ്റ്. എനിക്ക് 2 എണ്ണം ബേബിയുടെ സൈസ്. ഇതിൽ 2 ആക്കും കൂടി തിന്നാം. ഓക്കെ, ഫസ്റ്റ് യു ഗെറ്റ് ദിസ്. യു ഗോ ഗോഡ്. എങ്ങനെയുണ്ട് ഐസ്ക്രീം? നല്ലതാ. അത് തന്നെ ഞാനും പറഞ്ഞു. അങ്ങനെ എനിക്ക് ഐസ്ക്രീം പറഞ്ഞാൽ മതിയായിരുന്നു. സത്യം. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു വീട്ടിൽ. അവിടെ ഒരു അമ്മ അവിടെ തായിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു തരാം അല്ലേ, കാണിക്കല്ലേ? ഞാൻ അവളുടെ ഗിഫ്റ്റ് ഡൗൺ ഹിയർ, ദാറ്റ്സ് മൈ ബിഗ് ഗിഫ്റ്റ്. ദേ അടിച്ചാൽ ഞാൻ ഓർക്കത്തിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എത്തിട്ടോ. എനിക്ക് മൂത്രം ഞാൻ കാണിച്ചു തരാം ഗിഫ്റ്റ്. അപ്പം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു ലിറ്ററാണ്, കെറ്റിലാണ്. ആക്ച്വലി നമുക്കില്ലായിരുന്നു അല്ലേ കെറ്റിൽ നമ്മുടെ പൊട്ടിപ്പോയായിരുന്നു. കെറ്റിലും പിന്നെ വേറെ എന്തോ കൂടെയാണ് ഫാൻ തരാന്ന് പറഞ്ഞു. അത് ഇതുമാണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒന്ന് കെറ്റിലെടുത്ത്, അതുപോലെ ഒന്ന് ഈ പാൻ 3 എണ്ണം ഉള്ളത് ഇതെടുത്ത്. ഇത് പിന്നെ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുമല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, അതുകൊണ്ട് ഇതെടുത്ത്.
പിന്നെ ഇത് gift അല്ല? ഗിഫ്റ്റ് അല്ലേ, നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസർ, സ്റ്റെബിലൈസർ. വി ഗോഡിന്റെ. ഇത് നമുക്ക് ഇവിടെ കറണ്ട് പോകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. സോ അങ്ങനത്തെ പ്രശ്നം വരുമ്പോ ഇതാക്കുന്നത്. ഞാൻ എന്തെന്നീര് പറയാൻ പോണേ ഞാൻ യു ബി അവെയർ. അപ്പൊ അവൾക്ക് മുള്ള മുട്ടുന്നുണ്ട്, എനിക്ക് ക്ഷീണമുണ്ട്. ഇനിയിപ്പോ നാളെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് അല്ലേ? യാ, അതെന്തായാലും നമ്മൾ കാണിക്കൂട്ടോ. ഇതെന്താ സാധനം? ബുക്കൊക്കെ ആയിട്ട് വന്നിക്കുന്നു. എല്ലായിടത്തും നിന്ന് ബുക്ക് പെറുക്കി വന്നോളൂ. എന്നിട്ട് തോണി ഉണ്ടാക്കി കളിക്കാനാ. പോയി മുള്ളു ചെല്ല്, ടാറ്റ പോ.